ജനങ്ങളെല്ലാവരും ഇപ്പോൾ വലിയ എക്സൈറ്റ്മെൻറ്റിലാണ്. അതിന് കാരണം അവർ ആദ്യമായി യേശുവിൻ്റെ വലിയൊരു അത്ഭുതം കണ്ടു. 5 അപ്പം 5000 പേർക്കായി വിഭജിച്ച് കണ്ട ആ അത്ഭുതത്തിലെ അപ്പം ഭക്ഷിച്ചു. അങ്ങനെ വലിയ സന്തോഷത്തിലാണ്. സന്തോഷത്തിലൊക്കെ നിൽക്കുമ്പോൾ അവർക്ക് ക്രിസ്തു ഒരു സെൻഡ് ഓഫ് കൊടുത്ത് വിടുകയാണ്. പിന്നീട് കാണാമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും യാത്രയാക്കി. എന്നിട്ട് യേശുനാഥൻ ശിഷ്യന്മാരോട് പറയുന്നു, ഇനി നിങ്ങൾ മറുകരയിലേക്ക് പോകും. വെറുതെ പറഞ്ഞില്ല, അവരെ നിർബന്ധിച്ച് വിടുകയാണ്. വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: വഞ്ചിയിൽ കയറി തനിക്ക് മുമ്പേ മറുകരയിലുള്ള ബെത്സയിലേക്ക് പോകാൻ അവൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു. അങ്ങനെ വളരെ ഫോഴ്സ് ചെയ്താണ് ശിഷ്യന്മാരെ വിട്ടത്. ചിലപ്പോൾ രാത്രിയൊക്കെ ആയതുകൊണ്ട് യേശുവിനെ ഒറ്റയ്ക്കാക്കാനൊക്കെ അവർ വിസമ്മതിച്ചിട്ടുണ്ടാവണം. എല്ലായിടത്തും കൂടെ നടക്കുന്നതല്ലേ. പക്ഷേ എങ്കിലും യേശു നിർബന്ധിച്ച് വിടുകയാണ്. അങ്ങനെ അവർ മറുകരയിലേക്ക് പോകുന്നു. വഞ്ചിയിൽ കയറി അവരിപ്പോൾ നടുക്കെത്തിയപ്പോൾ കാറ്റും കൊണ്ടുണ്ടാവുകയാണ്. ഈ നിമിഷമാണ് യേശു വെള്ളത്തിൻ്റെ മുകളിൽ കൂടി നടന്നു വന്നത്. അപ്പോൾ അവർ പെട്ടെന്ന് ഭയന്നു. അവർ പിശാചാണ്, ഭൂതമാണെന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുകയാണ്. ഉടനെ യേശു പറഞ്ഞ്, ഭയപ്പെടേണ്ട, ഇത് ഞാനാണെന്ന് പറഞ്ഞു. ഇത്രയും ഭാഗം വായിച്ചപ്പോൾ ഇനി അങ്ങോട്ട് വായിക്കാൻ എനിക്ക് തോന്നിയില്ല. അതിന് കാരണം യേശുവിന് വളരെ സിമ്പിളായിട്ട് അവരോടൊപ്പം വഞ്ചിയിൽ കയറി പോയാൽ മതിയായിരുന്നല്ലോ. ഇതിനിടയിൽ എന്ത് ബിസിനസ്സാണ് യേശു ചെയ്യാൻ സാധ്യത? പ്രത്യേകിച്ച് ഒരു ബിസിനസ് ഇല്ലാത്ത സ്ഥിതിക്ക് അവരോടൊപ്പം വഞ്ചിയിൽ കയറി പോയാൽ മതിയായിരുന്നു. പിന്നീട് എന്തുകൊണ്ടാണ് യേശു വെള്ളത്തിൻ്റെ മുകളിൽ കൂടി നടന്നു പോയത്? യേശുവിൻ്റെ അത്ഭുതങ്ങളൊക്കെ നമ്മൾ സുവിശേഷത്തിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എല്ലാ അത്ഭുതങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു നന്മയുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ കാനായിലെ കല്യാണ വിരുന്നിൽ ഒരു കുടുംബത്തിൻ്റെ കണ്ണീര് മാറുന്നു. ഒരു അന്ധന് കാഴ്ച നൽകുമ്പോൾ അവനൊരു സന്തോഷത്തിൻ്റെ അനുഭവമുണ്ട്. ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുമ്പോൾ അവൻ്റെ വലിയൊരു വേദനകൾ മാറുകയാണ്. ഇങ്ങനെ ഏതൊരു അത്ഭുതത്തിനിടയിലും ആർക്കെങ്കിലുമൊക്കെ ഒരു നന്മയോ സന്തോഷമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ വെള്ളത്തിന് മുകളിൽ കൂടി യേശു നടന്ന ഈ ഒരു അത്ഭുതത്തിൽ എന്ത് നന്മയാണ് പറയാനുള്ളത്? എന്ത് സന്തോഷമാണ് പറയാനുള്ളത്? ആർക്കാണ് ഇതിലൊരു മേന്മയുണ്ടായത്? പിന്നീട് എന്തുകൊണ്ടാണ് യേശു ഈ അത്ഭുതം ചെയ്തത്? പ്രത്യേകിച്ച് നന്മയോ പുണ്യങ്ങളോ ഇല്ലാത്ത ഈ ഒരു കാര്യത്തിനിടയിൽ എന്തുകൊണ്ട് യേശു ഈ അത്ഭുതം ചെയ്തു? പ്രിയമുള്ളവരെ, എനിക്ക് ഇന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം ഇതാണ്: ഈ അത്ഭുതങ്ങൾക്ക് ഒരു അർത്ഥമുണ്ട്. ക്രിസ്തു ഈ ഭൂമിയിൽ ഒന്നും വെറുതെ ചെയ്തിട്ടില്ല. 5 അപ്പം 5000 പേർക്കായി വിഭജിക്കുമ്പോൾ ക്രിസ്തു പഠിപ്പിച്ചൊരു പാഠമുണ്ട്. അവൻ്റെ കരങ്ങളിൽ അപ്പം എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി കൃതജ്ഞതാസ്തോത്രം ചെയ്താൽ ആ അപ്പത്തിന് മാറ്റം സംഭവിക്കും. അങ്ങനെ അപ്പത്തിന് മാറ്റം സംഭവിക്കുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ വലിയൊരു പാഠം ക്രിസ്തു പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ക്രിസ്തു പഠിപ്പിക്കുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ മറ്റൊരു പാഠമാണ് വെള്ളത്തിന് മുകളിൽ കൂടി ക്രിസ്തു നടന്നത്. വെള്ളത്തെക്കുറിച്ച് വളരെ വ്യക്തമായി നമുക്കറിയാം. അല്പം ഭാരമുള്ള എന്തും ഇട്ടാൽ ഉടനെ താന്നു പോകുന്നത് വെള്ളത്തിലാണ്. പക്ഷെ ക്രിസ്തു ആ വെള്ളത്തിന് മുകളിൽ നിന്നപ്പോൾ ഉയർന്നു നിന്നു. അതിന് കാരണം അവൻ്റെ ശരീരം അല്പം പോലും ഭാരമില്ലാതാകുമെന്ന് അവൻ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ഭാരമില്ലാത്ത ഒരു ശരീരത്തെ ക്രിസ്തു ആ ഭൂമിയിൽ പഠിപ്പിച്ചു. ഇതുതന്നെയാണ് ദിവ്യകാരുണ്യത്തിലും നാം കാണുന്നത്. അല്പം പോലും ഭാരമില്ലാതെ ക്രിസ്തു നമ്മുടെ കരങ്ങളിൽ നിൽക്കുന്നു. ഇളങ്കാറ്റിൽ പറന്നു പോകാൻ തക്ക വിധത്തിൽ ക്രിസ്തു അവൻ്റെ ശരീരത്തെ ഭാരമില്ലാതാക്കി മാറ്റുന്നു. ഇങ്ങനെ ഭാരമില്ലാതെ തൻ്റെ ശരീരത്തെ മാറ്റാനാക്കുമെന്നും അത് ഈ ഭൂമിയിൽ എന്തിനേക്കാളും ഉയർന്നു നിൽക്കാനാകുമെന്നും ക്രിസ്തു പഠിപ്പിച്ചു. ദിവ്യകാരുണ്യത്തിൻ്റെ മനോഹരമായ പാഠമാണ് ക്രിസ്തു ആ വെള്ളത്തിന് മുകളിൽ കൂടി നിന്ന് പഠിപ്പിച്ചത്. പ്രിയമുള്ളവരെ, അപ്പത്തിൻ്റെ പാഠമാണ് ക്രിസ്തു ഈ അത്ഭുതത്തിലൂടെ കാട്ടിയത്. പ്രത്യക്ഷത്തിൽ ഒരു മേന്മയോ ഒരു സന്തോഷമോ ആർക്കും ഒരു പുണ്യമോ ഇല്ല എന്ന് തോന്നിയേക്കാം. പക്ഷേ ക്രിസ്തു വെള്ളത്തിന് മുകളിൽ കൂടി നടന്ന് ആ വഞ്ചിയിൽ വന്നിരിക്കുമ്പോൾ ഈ ഭൂമിക്ക് മുഴുവനുമായുള്ള വലിയൊരു അത്ഭുതത്തിൻ്റെ പാഠമാണ് ക്രിസ്തു അവിടെ പഠിപ്പിച്ചത്. അവൻ്റെ ശരീരത്തെ ഭാരമില്ലാതാക്കാനാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു
പരമ്പൊരുളേ നിന്നെ അകക്കണ്ണിൽ കാണാനായി ഒരു കുഞ്ഞിൻ നൈർമല്യം നൽകണേ. പരമ്പൊരുളേ നിന്നെ അകക്കണ്ണിൽ കാണാനായി ഒരു കുഞ്ഞിൻ നൈർമല്യം നൽകണേ. ആദിയിൽ വചനം മാംസമായി പിറന്നതും തിരുവോസ്തിരൂപനായി ഇന്നെന്നരികിൽ വരുന്നതും സ്നേഹമുള്ള തമ്പുരാനെ നീയല്ലേ എന്നെ കാത്തിടുന്ന തമ്പുരാൻ നീയല്ലേ. ഈശോയേ വാ 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 എൻ ഹൃദയത്തിൽ വാ വാ. തിരുവോസ്തിരൂപനേ ത്രിത്വൈക ദൈവമേ സർവപ്രതാപിയാം സൈന്യാധിപനേ. തിരുവോസ്തിരൂപനേ ത്രിത്വൈക ദൈവമേ സർവപ്രതാപിയാം സൈന്യാധിപനേ. ആദിയിൽ പ്രപഞ്ചവും സമസ്തവും തീർത്തതും പുൽക്കോടിനുള്ളിലായി വന്നിറങ്ങിയ ചൈതന്യമേ തിരുമുറിവേറ്റവനേ ക്രൂശിതനേ നിത്യജീവനായവനേ ഉത്ഥിതനേ. ഈശോയേ വാ 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 എൻ ഹൃദയത്തിൽ വാ വാ. ഒരു കുഞ്ഞോസ്തിയായി എൻ കൈവെള്ളയിൽ അണയും സ്നേഹമേ. ഒരു കുഞ്ഞോസ്തിയായി എൻ കൈവെള്ളയിൽ അണയും സ്നേഹമേ. ദിവ്യകാരുണ്യമേ ഞാൻ നിന്നിൽ അലിയാൻ ആത്മാവിൻ ഭോജ്യമേ നീ എന്നിൽ വരുമോ. ഉള്ളോരോഗി പാടണ പാട്ടല്ലേ ഈശോയെ നിന്നുള്ളിൽ എന്നെ ചേർത്തു നിർത്തില്ലേ. ഉള്ളോരോഗി പാടണ പാട്ടല്ലേ ഈശോ